വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസായിട്ട് വേണ്ടേ, ചെറിയ പീസാക്കി മുറിച്ചിട്ട് കുരുമുളകും ഉപ്പും പരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളിയിട്ട് ജസ്റ്റ് നമ്മൾ വഴറ്റി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കണം. ഇത് അടച്ച് വെക്കുമ്പോഴേ ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴാണ് ചിക്കൻ നന്നായിട്ട് അങ്ങോട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല അപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ചിക്കൻ എടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വട്ടത്തിലായിരുന്ന ഒരു ക്യാരറ്റ് ആട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ സ്റ്റെമ്പ് ഉൾപ്പെടെ നമ്മുടെ ബ്രൊക്കോളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രൊക്കോളിയൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മൾ സോട്ട് ചെയ്തെടുത്താൽ മതിട്ടാ, ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ് വരുമൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കലക്കിയെടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ സാലഡിലോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ സോയാ സോസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഏറ്റവും അവസാനം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ